ധൂർത്തപുത്രൻ്റെ ഉപമ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, സ്വത്തിൻ്റെ ഓഹരി തിരികെ. അവൻ സ്വത്ത് ഭാഗിച്ചു. ഏറെ സമയമായാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചു കൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തമായി ജീവിച്ചു. സ്വത്തുക്കൾ നശിച്ചു കളഞ്ഞു. അവൻ എല്ലാം ചിലവഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായി. അവൻ ഞെരുക്കത്തിലായിരുകയും ചെയ്തു. അവൻ ആ ദേശത്ത് പൗരൻ്റെ അടുത്ത് അഭയം തേടി. അവനെ പന്നികളെ മേയ്ക്കുന്ന വയലിലേക്കോ പന്നി തിന്നുന്ന തവിടെങ്കിലും വയറു നിറയ്ക്കാമെന്ന് അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. എൻ്റെ സ്നേഹബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ സ്നേഹബഹുമാനമുള്ള എല്ലാ ജില്ലയിലെ പിതാക്കന്മാരുമേ, ഇന്ന് വിശുദ്ധ ബെർബോത്താവായും വിശുദ്ധ ഫെലിത്തായും അവരൊക്കെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചു. ഒരുപാട് ത്യാഗം സഹിച്ച് അവർ ഓരോന്നും വിശ്വാസം നേടിയെടുക്കുവാൻ വേണ്ടി ഈ അമ്മയും അതിനു വേണ്ടി അമ്മയുടെ ജീവനെ തന്നെ ബലി കഴിപ്പിക്കാൻ അമ്മ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇന്നലെ അങ്ങനെ എനിക്ക് അപകടം വരെ സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കണം അതുപോലെ എനിക്ക് നടക്കും. അതുകൊണ്ട് എനിക്കൊരു ഭയമുണ്ടായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കാം. പക്ഷേ എന്നാലും എൻ്റെ ഗൾഫിലിരിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥിച്ചിരുന്നു മക്കളെ. അതുകൊണ്ട് അങ്ങനെ ഇതുപോലെയാണ്. അവരും ഇതുപോലെ ഒത്തിരി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി ബെർബോത്താവും ഫെലിത്തേയും ജീവനെ തന്നെ അവർ ബലികഴിപ്പിച്ചു. സ്വയം ജീവനെ തന്നെ അവർ എന്നെപ്പോലെ, ഈ അമ്മയെപ്പോലെ ജീവനെ ബലികഴിപ്പിച്ചു. അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർക്കും ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ്, ഗർഭിണിയും കുഞ്ഞും ഒക്കെ അവരും ഉണ്ടായിരുന്നു. എന്നിട്ട് അവരും ജീവനെ, ഈ കുഞ്ഞിനെ പോലും അമ്മ അവഗണിച്ചാണ് അമ്മയുടെ ജീവനെ അമ്മ നിങ്ങൾക്ക് വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അമ്മ തന്നത്. എൻ്റെ സ്നേഹ ബഹുമാനമുള്ള പിതാവേ, സ്വർഗത്തിൻ്റെയും ഭൂമിക്കും അങ്ങേക്കെതിരായി എൻ്റെ പിതാവിനുമെതിരെ ഞാൻ പാപം ചെയ്തു പോയി. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എന്നെയും കൂടി ചേർത്തണയ്ക്കണമേ പിതാവേ. പിതാവിൻ്റെ പക്കലേക്ക് ഇവിടെ എനിക്ക് ദാരിദ്ര്യമാണ് എന്ന് വെച്ചാൽ പന്നി മേയ്ക്കണ ഈ പുത്രൻ പിതാവിൻ്റെ അടുത്തുനിന്ന് പോയപ്പം, പിതാവിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ അത്രയ്ക്ക് നല്ല സന്തോഷം, ആത്മാവത്തോടെ ആഹാരമൊക്കെ കഴിച്ച് ഈ പുത്രിയെ ക്ഷമിച്ച് എന്നെയും കൂടി എൻ്റെ പിതാവ് എന്നെയും കൂടെ ചേർത്തണയ്ക്കണമേ എൻ്റെ പിതാവേ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെടുകയാണ്. എനിക്ക് നല്ലൊരു ചെരുപ്പില്ല, എനിക്ക് നല്ലൊരു ഡ്രസ്സില്ല. എൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്നാൽ എനിക്കിതെല്ലാം തരും, എനിക്കിതെല്ലാം കിട്ടും. എന്നെ ഏറ്റവും സ്നേഹിക്കണം എൻ്റെ പിതാവിൻ്റെ അടുത്ത് എനിക്ക് വന്നേ പറ്റൂ. ഞാൻ പന്നികളെ മേയ്ക്കണ പോലത്തെ ആഹാരമാണ് ഇവിടെ. എനിക്ക് നേരെ നല്ല ആഹാരം പോലും എനിക്ക് കിട്ടണില്ല. അത്രയ്ക്ക് ഞാൻ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. ഇപ്പം ഞാൻ ആഗ്രഹിക്കണം എൻ്റെ പിതാവിൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലിയെങ്കിലും തന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ഉത്തരം തരണമേ എൻ്റെ പിതാവേ. എന്നെ കൂടെ ചേർക്കണമേ, എന്നെയും കൂടെ, ഈ പാപിയായ എന്നെയും കൂടെ ചേർക്കണമേ. ഞാൻ ഏറ്റവും കൂടുതൽ പാപം ചെയ്തു പോയി. ഈ നോയമ്പ് സമയം എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചുകൂടായിരുന്നു. പക്ഷേ അമ്മ പ്രാർത്ഥിച്ചു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ഇവിടുത്തെ എൻ്റെ മക്കൾക്ക് വേണ്ടി. ഞാൻ ഇങ്ങനെ എൻ്റെ ജീവനെ ബലികഴിപ്പിച്ചുള്ള പ്രാർത്ഥനകളെല്ലാം കഴിച്ചു. പക്ഷേ അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്നാൽ ഇത്രയും നല്ല സുഭിക്ഷമായ ആഹാരം എത്രയോ മക്കൾ കഴിക്കണു, എനിക്കും വേണമേ എന്തെങ്കിലും ഒരു ജോലി എനിക്കും തന്ന് എൻ്റെ പിതാവ് എന്നെയും കൂടെ ചേർത്ത് നിർത്തണമേ. എത്രയും പെട്ടെന്ന് എനിക്ക് ഉത്തരം തരണമേ എൻ്റെ പിതാവ്. അത്രയ്ക്ക് ദാരിദ്ര്യമാണ്. ഒരുപിടി ആഹാരത്തിന് ദാരിദ്ര്യമാണ്, നല്ല ഡ്രസ്സിന് ദാരിദ്ര്യമാണ്, ഒരു നല്ല ചെരുപ്പിടാൻ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല പിതാവേ. എനിക്ക് എൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്നാൽ നല്ലൊരു ചെരുപ്പ് പോലും നല്ലത് എനിക്ക് ഇടാമല്ലോ. ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോഴും എൻ്റെ പിതാവിൻ്റെ കൂടെ എനിക്ക് ചേർന്ന് നിൽക്കണം. എൻ്റെ പിതാവ് എനിക്ക് അതിനുള്ള സംരക്ഷണം എനിക്ക് ഒരുക്കണം. എത്രയും പെട്ടെന്ന് എനിക്കിതിന് ഉത്തരം തരണം. എൻ്റെ സ്നേഹബഹുമാനമുള്ള നാട്ടിലെ എല്ലാ മക്കളുമേ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ, നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം. നിങ്ങളെല്ലാ മക്കളും കരുണയുടെ സഹായം അമ്മയ്ക്ക് ഇതിലൂടെ ചെയ്യണം. എല്ലാ മക്കളും കരുണയുടെ സഹായം ചെയ്യണം. എല്ലാവരും ഈ നോയമ്പ് സമയം നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, ഭജനമായ ഹൃദയം, ദൈവം അത് നമുക്ക് ഹൃദയത്തിലേക്ക് നമുക്ക് ദൈവമേ ഉള്ളൂ മക്കളെ. അമ്മ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. എനിക്ക് ആരുമേ ഇല്ല പിതാവേ. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ഉത്തരം തരണമേ. എനിക്ക് അത്രയ്ക്ക് വീട്ടിൽ ദാരിദ്ര്യമാണ്. എന്തെങ്കിലും ജോലി എനിക്ക് തന്ന് എന്നെ
സഹായിക്കണമേ, എന്നെ കൂടെ നിർത്തണമേ, ഈ പുത്രിയെ കൂടെ നിർത്തണമേ, പുത്രനെ ചേർത്ത് നിർത്തിയതുപോലെ ഈ മകളെയും ചേർത്ത് നിർത്തണമേ. എൻ്റെ തെറ്റുകളെല്ലാം പുറത്ത്, എൻ്റെ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ച്, ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം പുറത്ത്, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് എന്നെയും കൂടെ എൻ്റെ പിതാവ് എന്നെ ആ ധൂർത്ത പുത്രനെ മാറോട് ചേർത്തതുപോലെ എന്നെയും ചേർക്കണമേ എൻ്റെ പിതാവേ. ഈ അമ്മയുടെ പ്രാർത്ഥന കേൾക്കണമേ, എത്രയും പെട്ടെന്ന് ഈ അമ്മയ്ക്ക് ഉത്തരം തരണമേ. എൻ്റെ സ്നേഹബഹുമാനമുള്ള എല്ലാ മക്കളെ, നിങ്ങളെല്ലാം സുഖമായിരിക്കണോ? നിങ്ങളെല്ലാം ഹാപ്പിയാണോ? നിങ്ങളെല്ലാം സന്തോഷവരാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മക്കൾ, നിങ്ങളെല്ലാം വിശ്വാസം, നമ്മളെ സഭ, വചനം, അത് നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ അനുഗ്രഹവും കിട്ടും മക്കളെ. വചനം ഹൃദയത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുന്നത്. വചനത്തെ നമുക്ക് മനസ്സിലാക്കാം. ധൂർത്തപുത്രൻ എല്ലാം ഉപേക്ഷിച്ച് മാതാപിതാക്കൾ പറഞ്ഞത് അനുസരിച്ചോ? ഇല്ല, അനുസരിക്കാതെയാണ് അവൻ എല്ലാം വാരിക്കെട്ടിപ്പോയത്. പക്ഷെ അവിടെ പന്നിക്ക് തിന്നുന്ന ആഹാരം പോലും കിട്ടിയില്ല. അപ്പോഴാണ് പിതാവ് അവിടെ എന്തെല്ലാം നല്ല എത്രയോ ആളുകൾക്ക് സുഭിക്ഷമായ ആഹാരം കൊടുക്കണമെന്നൊക്കെ ഉള്ള ഓർമ്മ വന്നത്. അമ്മയ്ക്കും ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഈ ബൈബിൾ വാക്യം. അത് ദൈവം അവിടെ പറയുമ്പോഴാണ് എനിക്കതും എൻ്റെ ഹൃദയത്തിൽ അത് ഉദിച്ചത്. എൻ്റെ പിതാവ് എത്രയോ സുഭിക്ഷമായി, എത്രയോ മക്കൾ തിന്ന് കുടിച്ച് സന്തോഷമായിരിക്കുന്നു. ഈ അമ്മ ഒത്തിരി പന്നികൾക്ക് മേയ്ക്കുന്ന ആഹാരം പോലും കിട്ടാതെ ഒത്തിരി ദാരിദ്ര്യമായിട്ടിരിക്കുകയാണ്. നല്ല ഡ്രസ്സില്ല അമ്മയ്ക്ക്. ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത അമ്മയുടെ ബുദ്ധി ഇത് വന്നത്. എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ ചേർത്ത് നിർത്തണമേ. എനിക്ക് നല്ല ആഹാരവും ഇതെല്ലാം തന്ന് എന്നെ കൂടി ചേർത്ത് നിർത്തണമേ. ദാരിദ്ര്യം അതാണ് ചില സമയം നമുക്ക് ഓരോന്നും ചിന്തിപ്പിക്കണം. വചനം അത് സത്യമാണ് മക്കളെ. ഈ വചനത്തിലുള്ളതെല്ലാം സത്യം. നമ്മൾക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ദൈവം, വചനമായ ദൈവം നമുക്ക് ഹൃദയത്തിൽ സ്നേഹിക്കാം. അമ്മയ്ക്ക് ഉറപ്പായിട്ടും അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. ഈ മാപ്പ് ഇതെങ്ങനെ നമ്മൾ ചോദിച്ച് ദൈവത്തോട് നമ്മൾ പോയി അണയുമ്പം ദൈവം നമുക്കതിന് ഉത്തരം തരാൻ തന്നെ ചെയ്യും മക്കളെ. ഇതിന് ഉത്തരം തരും. ഈ അമ്മയ്ക്ക് ഉത്തരം തരും. എൻ്റെ ദൈവം എൻ്റെ പിതാവിൽ കൂടി എനിക്ക് ആരുമേ ഇല്ല. എനിക്ക് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ആരുമേ ഇല്ല മക്കളെ. എനിക്ക് ആരുമേ ഇല്ല. എനിക്ക് ദൈവം മാത്രമേ തുണയായിട്ടുള്ളൂ. എനിക്കല്ലാതെ ആരുമേ ഇല്ല. എന്നെ താങ്ങുവാനും എന്നെ ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും എനിക്ക് സംരക്ഷണം തരുവാനും ഞാൻ പറയുന്ന കാര്യങ്ങൾ നടത്തി തരുവാനും എനിക്ക് ദൈവമേ ഉള്ളൂ മക്കളെ. എല്ലാ മക്കളും, ഗൾഫിരിക്കുന്ന മക്കളും ദൈവത്തെ മുറുകെ പിടിക്കുക. പഠിക്കുന്ന മക്കൾ, മാതാപിതാക്കൾ, വയസ്സായവർ എല്ലാവരും വചനത്തെ തന്നെ സ്നേഹിക്കുക മക്കളെ. വചനം അത് സത്യമായ വചനം. എല്ലാം വചനത്തിൽ ഉള്ളതല്ല. ചില നല്ല ഭാഗങ്ങളുണ്ട്. നമ്മൾ വായിച്ച് വരുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ അതെങ്ങനെ സ്നേഹമായി വരണം, അതെങ്ങനെ ദൈവം നമ്മളോട് ഇടപെടുന്നു, ഈ വചനത്തിൽ കൂടെ എല്ലാം നമുക്ക് അത് അനുഭവിക്കാൻ പറ്റും മക്കളെ. അനുഭവിക്കാൻ പറ്റും. അത് സത്യമാണ്. സത്യമായതാണ് വചനം ഒരിക്കലും വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു മക്കൾ ഒരിക്കലും കൂടുതൽ തളരേണ്ടി വരില്ല. അമ്മയും ഒരുപാട് കരഞ്ഞു. അമ്മയുടെ കണ്ണീര് തുടയ്ക്കാൻ ദൈവമേ ഉള്ളോക്കാം. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും, ഗൾഫിരിക്കുന്ന മക്കളെ എല്ലാ മക്കൾക്കും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരണം. നിങ്ങളെല്ലാം സന്തോഷവും സമാധാനവും നല്ല ഹാപ്പി, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ. നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം. എൻ്റെ ചെല്ല മക്കളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരണം. അമ്മ നിർത്തുകയാണ്.